ഇരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ എല്ലാവരും അറിയിക്കുന്നു. നമുക്കിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് 92-ാം സങ്കീർത്തനമാണ് അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്നത്. അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആദ്യമേ വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്യത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. അതെ, നമുക്ക് വളരെ സുപരിചിതമായ സങ്കീർത്തനമാണ്. അതിൻ്റെ 1 മുതൽ 3 വരെ ദൈവത്തെ സ്തുതിക്കേണ്ടതും വർണ്ണിക്കേണ്ടതും ഇതിൻ്റെയൊക്കെ അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിച്ചത്. അതിൻ്റെ ആമുഖത്തിൽ ശബത്ത് നാൾക്കുള്ള ഒരു സ്തോത്രം, ശബത്ത് നാൾക്കുള്ള ഒരു ഗീതം, ഒരു സങ്കീർത്തനം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശബത്ത് നാളിൽ ദേവാലയത്തിൽ എല്ലാം പാടി ആരാധിച്ചു പോന്നിരുന്ന ഒരു സങ്കീർത്തനമാണത്. ശബത്ത് നാൾ എന്ന് പറഞ്ഞാൽ ദൈവം 6 ദിവസവും ദൈവം 7-ാമത്തെ ദിവസത്തെ ദൈവസന്നിധിയിൽ വന്ന് സന്തോഷിക്കാനുള്ളത് വരെ കൊടുത്തിട്ടുള്ള ദൈവത്തിൻ്റെ മക്കൾ സന്തോഷത്തോടെ ദൈവത്തോടൊപ്പം വന്ന് കൂട്ടായ്മയായിരിച്ച് ദൈവത്തിൽ നിന്നുള്ള സ്വസ്ഥതയും സന്തോഷവും എല്ലാം അനുഭവിക്കുന്നൊരു ദിവസം, അന്ന് ദൈവത്തെ കീർത്തിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നൊരു ദിവസം. അന്നത്തേക്കുള്ളതുവരെ ദൈവം അവരുടെ ജീവിതത്തിൽ നൽകി കൊടുത്തിട്ടാണ് ഒരു ദിവസം എന്നോടൊപ്പം സ്വസ്ഥമായിട്ടിരിക്കാൻ കർത്താവ് പറഞ്ഞത്. കർത്താവിൻ്റെ നാളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കർത്താവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇതൊരു ചട്ടമായിട്ട് മാത്രം മാറി. ഇവരിതൊക്കെ ആചരിക്കുകയുണ്ടെങ്കിലും അവരുടെ ഹൃദയം കൊണ്ട് അവരകന്നവരാണ്. അതുകൊണ്ട് കർത്താവ് അതിനെക്കുറിച്ച് വിമർശിക്കുകയും നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ ഒരു വിശ്രമം, ഒരു സ്വസ്ഥത വരെ നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നതാണ് ദൈവം. അത് അന്നത്തെ ദിവസം നമ്മൾ വിശ്രമത്തോടുകൂടി വളരെ സ്വസ്ഥമായിട്ടിരുന്ന് ജീവിതം ആസ്വദിക്കുവാനും ഒക്കെ ദൈവ അവസരങ്ങൾ, എല്ലാ സാഹചര്യങ്ങളും ദൈവം പരിവർത്തിച്ച് ഒരു ഉൽപ്പത്തിയായ ദൈവത്തിൻ്റെ ഭൂമിയുടെ നമ്മൾക്കറിയാം, ഉൽപ്പത്തി 1 മുതൽ എല്ലാ മനുഷ്യന് വേണ്ടുന്ന എല്ലാം ഒരുക്കി കഴിഞ്ഞിട്ടാണ് ദൈവം തന്നെ ഒന്ന് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. 7-ാം നാൾ. അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ നമ്മൾ ഇന്നിപ്പോൾ ദൈവം നമുക്ക് ഈ സങ്കീർത്തനം തന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പഴയ നിയമത്തിൻ്റെ ആ പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. എബ്രായ ലേഖനം 3-4 അധ്യായങ്ങൾ ഇതിനെക്കുറിച്ച് വളരെ എടുത്തു പറയുന്നുണ്ട്. എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല, കാരണം അവരുടെ അവിശ്വാസം നിറഞ്ഞ ഹൃദയം. ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നത് കൊണ്ട് ദൈവം അവരെ കോപത്തോടെ ദൈവം അവരെ അതിൽ നിന്ന് ഒഴിവാക്കി കളിച്ചാൽ അവരുടെ ദൈവത്തിൻ്റെ അനുഗ്രഹീത ദേശത്തേക്ക് പോലും അവർ കടത്തിയില്ല ദൈവം. അപ്പോൾ അത്ര കോപം ദൈവത്തിന് വന്നു. പക്ഷെ കർത്താവിൻ്റെ നാളിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കൊരു ഭാഗം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം, അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്നു നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബ്ബത്തിനു കർത്താവാകുന്നു. അതെ, മനുഷ്യപുത്രനോ ശബ്ബത്തിന് കർത്താവാകുന്നു. ഇവിടെ കർത്താവ്, നമ്മൾ അതിൻ്റെ 7 എല്ലാവരും ആ ഭാഗം എടുക്കണം. നമുക്കൊന്ന് വായിച്ച് ശ്രദ്ധിച്ചിട്ട് പോവാം. 12-ന്റെ 7 മുതൽ. യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കുകയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബ്ബത്തിന് കർത്താവാകുന്നു. അതിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ ശരിക്കും നമ്മൾ വായിക്കേണ്ടതാണ്. ഇത് നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ.
യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും. അത് മുഴുവനാണ്. ഞാൻ 3-ാം വാക്യം വരെ വരണം. അവിടെ വരെ ഒന്ന് വായിക്കാം നമുക്ക്. 10 കമ്പിയുള്ള വാദ്യത്തിനം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. അതെ. അപ്പോൾ ഈ ശാബത്ത് നാളിൽ സംഭവിക്കേണ്ടത് ഇത് തന്നെയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്നുകൊണ്ടിരിക്കുന്ന സന്തോഷവും സമാധാനവും നമുക്ക് ജീവിതത്തിലെ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിൽ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ നടത്തിപ്പ് അനുഭവിച്ചുകൊണ്ട് പോകുന്നവരാണ് നമ്മൾ. അപ്പോൾ ആ സ്വസ്ഥത മാത്രമല്ല, അവിടെ 3-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനം 3-ാമത്തെ വരിയിൽ പറയുന്ന പോലെ എന്താ, രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും. രാത്രി നിന്റെ വിശ്വസ്തതയും എന്നും എല്ലാ ദിവസവും കിടക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തെ കീർത്തിച്ചുകൊണ്ടാണ്. ആ ഒരു അനുഭവത്തിൽ ദൈവം തരുന്നുണ്ട്. അത് നമ്മൾ വിവേചിച്ചറിഞ്ഞു വേണം നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ സ്വസ്ഥത ദൈവം ഇവിടെ മുതൽ ഭൂമിയിലായിരിക്കുമ്പോൾ മുതൽ നിത്യതയിലെ സ്വസ്ഥതയിലേക്ക് നമ്മളെ കൊണ്ടുപോകുക. അതിന് ഇവിടെ വെച്ച് തന്നെ ദൈവം നമ്മളെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തന്ന് അനുഭവത്തിൽ വന്ന് നമ്മൾ സ്വസ്ഥതയോടെ എന്നും വൈകിട്ട് കാലത്ത് എഴുന്നേൽക്കുന്നത് ദൈവത്തെ കീർത്തിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട്, നമ്മൾ കിടക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ നമ്മൾ സ്തുതിച്ചുകൊണ്ട്, ആ നിലവാരത്തിലുള്ളൊരു ജീവിതം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട് എങ്കിലും നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് അല്പം ദൈവം നമ്മളെ കൊണ്ടുപോകും. നമുക്കതുകൊണ്ട് സന്തോഷത്തോടെ നമ്മുടെ കരങ്ങളിൽ ഒരു ദൈവത്തെ സ്തുതിക്കാം. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ച ഭാഗത്തിലും ഈ കർത്താവിൻ്റെ നാളിൽ അന്ന് ശബത്ത് എന്ന് പറഞ്ഞ ദിവസം ഇവർ ഭയങ്കര വേറെ ഒരു പണിയും ചെയ്യില്ല. അവർക്കൊരു ചട്ടമായിട്ട് മാറി. അതിന് കർത്താവ് വിമർശിക്കുന്ന ഭാഗങ്ങൾ അവിടെയുണ്ട്. അതിൻ്റെ 11-12 വായിക്കാം നമുക്ക്. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബ്ദത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ചു കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യർ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബ്ദത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. അതെ, ദൈവത്തിൻ്റെ വലിയ നന്മയാണ് ദൈവം ഈ 6 ദിവസവും 7-ാമത്തെ ദിവസവും 6 ദിവസം നമ്മളെ പോറ്റി പുലർത്തുകയും 7-ാമത്തെ ദിവസത്തേക്ക് വേണ്ടതും കൂടി തന്നുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് ദൈവം നമ്മളെ ദൈവത്തോടൊപ്പം ഇരുന്ന് സന്തോഷിക്കുവാൻ ഒരു അവസരം തന്നത്. അത് മനസ്സിലാക്കി ആ രീതിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കി പരസ്പരമുള്ള ബന്ധത്തിൽ എങ്ങനെ പോകണം എന്ന് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് അത് വിവേചിച്ച് മനസ്സിലാക്കി പോകേണ്ടതിന് പകരം അന്ന് ഒരു നന്മയും കർത്താവ് ഭൂമിയിൽ വന്ന ദിവസം പോലും ഒരു രോഗസൗഖ്യം കൊടുക്കുന്നതിന് പോലും അവരെതിരായിരുന്നു. ആ തരത്തിലേക്ക് അവരതപ്പതിച്ചു പോയി. അവിടെ നിന്നുകൊണ്ടാണ് നമ്മളും കാര്യങ്ങൾ വ്യക്തമായി കണ്ടുകൊണ്ട് പോകേണ്ടത്. ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട്. അപ്പോൾ ഇവിടെ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങൾ കൂടി നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവൻ അവരോട്, മനുഷ്യൻ ശബത്ത് നിമിത്തമല്ല, ശബത്ത് മനുഷ്യ നിമിത്തമത്രേ ഉണ്ടായത്. അതെ, മനുഷ്യന് വേണ്ടിയിട്ടാണ് ദൈവം ശബത്ത് ഉണ്ടാക്കിയത്. കർത്താവ് പറയുക, നിങ്ങളുടെ സ്വസ്ഥതയ്ക്കും നിങ്ങളുടെ ആശ്വാസത്തിനും വേണ്ടിയിട്ടാണ് ഒരു ദിവസം ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇവർ എങ്ങനെയാക്കി മാറ്റിക്കളഞ്ഞു. അത് എന്നിട്ടാണ് കർത്താവ് പറയുന്നത്. വായിക്കാം, ബാക്കി വായിക്കാം. അങ്ങനെ മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു എന്ന് പറഞ്ഞു. അതെ, മനുഷ്യപുത്രൻ ശബത്തിനും കർത്താവാകുന്നു. ദൈവം അന്നും കർത്തൃത്വം ചെയ്തുകൊണ്ടിരിക്കുക. മനുഷ്യൻ ആ സ്വസ്ഥത അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള കർത്തൃത്വം വരെ കർത്താവ് ചെയ്തുകൊണ്ടേയിരുന്നിട്ടാണ് കർത്താവ് ഇത് പറയുന്നത്. ദൈവം ഇത് നമ്മളോട് പറയുന്നത്. അപ്പോൾ അത്രയും മനുഷ്യർ തമ്മിൽ ആ ബന്ധം, മനുഷ്യനത് ഏത് രീതിയിൽ മനസ്സിലാക്കണം അന്ന് അത്രയും അതപ്പതിച്ചു പോയത് കൊണ്ടാണ് കർത്താവ് അത് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ അതെല്ലാം മനസ്സിലാക്കി വളരെ സ്വസ്ഥതയോടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ ഈ കീർത്തനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നിട്ട് നമുക്ക് സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ 1 മുതൽ 3 വരെയിലേക്ക് ഒന്നുകൂടി വരാം. നമുക്ക് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത്. ദൈവത്തിൻ്റെ ദയ അനുഭവിച്ചുകൊണ്ട്
ദൈവത്തിൻ്റെ വിശ്വസ്തത ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഒരു സ്വസ്ഥതയുള്ള ജീവിതത്തിലേക്ക് ദൈവം നടത്തുന്നത് അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭക്തന് ഇങ്ങനെ തന്നെ പാടാനും അത് എത്രയും ഗംഭീരമായിട്ട്, ഗംഭീരസ്വരമുള്ള കിന്നരത്തോട് വായിച്ച് എത്രയും ഗംഭീരമായിട്ട്, എത്രയും മനോഹരമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയണം എന്നാണ് സങ്കീർത്തനക്കാരൻ 3 വാക്യങ്ങളോടെ പറഞ്ഞത്. ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട്, ദൈവപ്രവൃത്തി ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട്, അല്ലാതെ നമ്മളൊരു ആശയത്തിൻ്റെ മുകളിലുള്ള ജീവിതമല്ല. നമ്മളതിനെക്കുറിച്ചാണ് ശ്രദ്ധിക്കാൻ പോണേ. നമുക്ക് 147 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം ആദ്യം വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അതെ, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. ചെയ്യേണ്ടത് എന്തോ അത് ചെയ്യണം. നമ്മളിന്ന് ചെയ്യേണ്ടത് എന്തോ അല്ലേ, അത് ചെയ്യാൻ വേണ്ടി, അതിനെക്കുറിച്ച് ബോധം വരുത്താൻ വേണ്ടി തന്നെ കർത്താവ് നമ്മളെവിടെ ഇരുത്തിയിരിക്കുന്നത്. ചെയ്യേണ്ടത് എന്താ? ഉചിതമായത് എന്താ? സ്തുതി, ദൈവത്തെ സ്തുതിക്കുന്നത്. എല്ലാത്തിനും കാരണഭൂതനായ ദൈവം, നമ്മൾ സങ്കീർത്തനക്കാരനും നമ്മളുമൊക്കെ ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരു നല്ല നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ എത്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് കൂടുതൽ വിശുദ്ധിയത്തെ അതിൻ്റെ താഴേക്കൊന്നും ഇറങ്ങിപ്പോയി ഈ വചനത്തിൻ്റെ ഇതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാതെ. അതുകൊണ്ട് ദൈവത്തിന് യഹോവയെ സ്തുതിപ്പീൻ, നമ്മുടെ ദൈവത്തിന് കീർത്തനം പാടുന്നത് നല്ലത്, അത് മനോഹരവും സ്തുതി ഉചിതവും തന്നെ. അപ്പോൾ ഉചിതമായ കാര്യം ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇത്രേ ഉള്ളൂ. ദൈവം എല്ലാം ചെയ്യുന്നു, ദൈവം എല്ലാം നിവർത്തിച്ചു തരുന്നു. സകലവും അവനാലും അവനിലും അവങ്കലേക്കുമാവുന്നു, അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് നമ്മിൽ പ്രവർത്തിക്കുന്നത്. അപ്പം എല്ലാം ദൈവം തന്നെ ചെയ്യുന്നത്. നമ്മളത് ആ ദൈവത്തെ ശരിക്കും ആ ദൈവത്തിൽ സന്തോഷിച്ച്, നമ്മൾ ക്രിസ്തുവിലാണ്, ആ ദൈവത്തിൽ സന്തോഷിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അപ്പം നമുക്ക് ഈ കീർത്തനത്തിൻ്റെ 3 വാക്യങ്ങളും വളരെ വളരെ അർത്ഥവത്താണ്. അതിന് 59 സങ്കീർത്തനത്തിൻ്റെ 16-17 വാക്യങ്ങളോട് ഒന്ന് വായിച്ച്. ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും. അതികാലത്ത് ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. അതെ, അതികാലത്തെ ഞാൻ നിന്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എന്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. എന്റെ ബലമായുള്ളവയെ ഞാൻ നിനക്ക് സ്തുതി പാടും. ദൈവം എന്റെ ഗോപുരവും എന്നോട് ദയയുള്ള ദൈവവുമല്ലോ. അതെ, ഞാനോ നിന്റെ ബലത്തെക്കുറിച്ച് പാടും. ദൈവത്തിൻ്റെ ഭരണം, ദൈവത്തിൻ്റെ നമ്മളെ നടത്തുന്നതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ ശക്തി, ഈ ലോകത്ത്, ഈ ദുഷ്ടലോകത്ത് ദൈവത്തിൻ്റെ ശക്തിയാലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതാണ് സങ്കീർത്തനക്കാരൻ അവിടെ അങ്ങനെ പറഞ്ഞത്. ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും. അധികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവുമായിരുന്നു. അപ്പോൾ കഷ്ടകാലം വരും, കഷ്ടകാലം വന്നാലും ദൈവം ഇങ്ങനെ ആയിരിക്കും, അതൊരു പ്രശ്നമേ അല്ല, അല്ലേ? അതുകൊണ്ട് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന അവസരം ഇന്നുവരെ ഇത്രയും പ്രശ്നങ്ങളും കൊറോണയൊക്കെ വന്നിട്ടും നമുക്കൊരു ബുദ്ധിമുട്ടും ഒരു മുടക്കവും ദൈവം വരുത്തിയില്ലല്ലോ. ആ രീതിയിൽ നമ്മളെ ഒരു കൊച്ചു കൂട്ടായ്മയായിട്ട് ദൈവത്തിൻ്റെ സ്വസ്ഥത അനുഭവിച്ചുകൊണ്ട് നമുക്കിങ്ങനെ കീർത്തിച്ചു പോകാൻ ദൈവം അവസരം തന്നല്ലോ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മളെ സംബന്ധിച്ചുള്ള എത്രയോ അർത്ഥവത്താണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പം അത് ഞാനോ നിൻ്റെ ബലത്തെക്കുറിച്ച് പാടും. അധികാലത്ത് ഞാൻ നിൻ്റെ ദയയെക്കുറിച്ച് ഘോഷിച്ചാനന്ദിക്കും. കഷ്ടകാലത്ത് നീ എൻ്റെ ഗോപുരവും അഭയസ്ഥാനവും ആയിരുന്നു. എൻ്റെ ബലമായുള്ളവേ ഞാൻ നിനക്ക് സ്തുതി പാടും. എൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി, അതിൻ്റെ ശരിയായ ഇതിലേക്ക് നമ്മൾ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വായിച്ചു പോവാം. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയുമോ? അത് കഴിയണം. അങ്ങനെ അനുഭവിക്കുന്നവരായിരിക്കണം. എന്നോട് ദയയുള്ള ദൈവവും അല്ലോ. എന്നോട് ദയയുള്ള ദൈവമാണല്ലോ. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സ്തുതിയും ദൈവത്തിൻ്റെ വിശ്വസ്തയും വർണ്ണിക്കാൻ നമുക്ക് എന്നും
നമുക്കത് സാധിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവർ തന്നെയാണല്ലോ. ഈ സങ്കീർത്തനം നമ്മുടെ ജീവിതമായിട്ട് എത്രത്തോളം അല്ലേ സത്യമായിരിക്കുന്നു. നന്ദിയോടെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഇനി പറയുന്നില്ല. നമുക്ക് 4-ാം വാക്യത്തിലേക്ക് വരാം. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തിയെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. അതെ, യഹോവേ, ഞാൻ നിന്റെ പ്രവൃത്തി കൊണ്ട്, അല്ലേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. അതെ, യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഈ 4നോടുള്ള ബന്ധത്തിൽ നമുക്കൊരു സങ്കീർത്തനത്തിൽ ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഗൗരവത്തിലേക്ക് വരാം. 106-ാം സങ്കീർത്തനം 47-ാം വാക്യം. ന്റെ 47-ാം വാക്യം. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയെ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്നും ഞങ്ങളെ ശേഖരിക്കണമേ. അതെ, ഈ ലോകത്തെ ജനങ്ങളുടെ ഇടയിൽ നിന്നും നമ്മളെ ശേഖരിച്ചതാണല്ലോ ദൈവം, അല്ലേ? എത്ര വാസ്തവമാണ് ആ വാക്യം നോക്കി നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ രക്ഷിക്കണമേ. നിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും നിൻ്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. അപ്പോൾ ജാതികളുടെ ഇടയിൽ നമ്മൾ ദൈവം എങ്ങനെ നിർത്തിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ സ്തുതിയിൽ പ്രശംസിച്ച് ജീവിക്കാൻ, അല്ലേ? അതിൽ നിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം, ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിന്, വേർപെട്ട നാമത്തിന് നന്ദി അർപ്പിക്കാനും നിൻ്റെ സ്തുതിയിൽ പ്രശംസിപ്പാനും. അപ്പോൾ ഒരു അഭിമാനകരമായ ജീവിതമാണല്ലോ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആരെ ആശ്രയിക്കാതെ ദൈവത്തിൽ നിന്ന് തന്നെ പ്രാപിച്ച് ദൈവത്തെ തന്നെ സ്തുതിച്ച് ജീവിക്കാനുള്ള ഒരു ജീവിതം ഈ ദുഷ്ടലോകത്ത് നമുക്ക് നൽകി തന്നിട്ടുണ്ടല്ലോ. സത്യത്തിനൊരു വിലയും കൽപ്പിക്കാത്ത, അകൃത്യങ്ങളിലൂടെ പോകുന്ന, അനീതിപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ദൈവത്തെ സ്തുതിച്ച് ജീവിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ എത്ര അനുഗ്രഹമാണ്. സ്തോത്രം. അങ്ങനെ ഒരു സ്വസ്ഥതയിലാണല്ലോ കർത്താവ് നമ്മളിപ്പോൾ ഇരുത്തിയിരിക്കുന്നത്. കരങ്ങളെടുത്ത് നമുക്ക് വീണ്ടും സ്തുതിക്കാം. അപ്പം നമുക്ക് ഇവിടെയൊന്നും അതിൻ്റെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമ്മൾ നേരത്തെ ശബത്ത് നാളിൽ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കരുണ, അല്ലേ, ദൈവത്തിൻ്റെ വിശ്വസ്തത, സങ്കീർത്തനക്കാരൻ 3-ാമത്തെ വാക്യം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത നമുക്കൊന്ന് ശ്രദ്ധിക്കാതെ. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും നമുക്കൊരു വാക്യം വായിച്ചിട്ട് നമുക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 19-ാം വാക്യം. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു. ജ്ഞാനമോ തന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതെ, അവിടെയാണ് നമുക്ക് അവസാനത്തെ ഒരു വരിയാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്. ഞാനും എടുക്കട്ടെ. 11-ന്റെ 19-ാം വാക്യം നമ്മൾ വായിച്ചത്. ഈ ലോകം യേശുക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ കാണുന്നത് എല്ലാവരും ഈ രീതിയിൽ തന്നെയാണ്. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. തീനിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാവികളുടെയും സ്നേഹിതനെന്ന് അവർ പറയുന്നു. കർത്താവിനെ എപ്പോഴും അതിലെ തിരുവചനത്തിൽ അതിനോടൊന്നൊരു വിലയും കൽപ്പിക്കാതെ ഇന്നും അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ നാമത്തിലുള്ള സഭകളാണെങ്കിലും എന്താണെങ്കിലും വാസ്തവം തിരിച്ചറിയുന്നില്ല. പക്ഷെ അവിടെ അതുകൊണ്ട് തന്നെ അവസാനം കർത്താവ് പറയുന്നത് ജ്ഞാനമോ തൻ്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. നീതിയുടെ പ്രവൃത്തികളാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിൻ്റെ ജ്ഞാനമാണ് പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ട് വരുന്നത്. ദൈവത്തിൻ്റെ നീതിയുമാണത്, ദൈവനീതിയുമാണത്. അപ്പോൾ അത് ദൈവനീതിയാണ്, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. അതിന് മറ്റൊരു വിവർത്തനം
ദൈവിക ജ്ഞാനം അത് പ്രവൃത്തികളാൽ വെളിപ്പെടുന്നു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളാൽ ദൈവത്തിൻ്റെ ജ്ഞാനം വെളിപ്പെടുന്നുണ്ട്, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇപ്പം ഈ നിലവാരത്തിൽ ജീവിതത്തിലൂടെ സന്തോഷത്തോടെ സ്വസ്ഥതയോടെ ഇപ്പോൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. അതിനെക്കുറിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മത്തായിയുടെ സുവിശേഷം തന്നെ 9:10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരാം. 9:10 മുതൽ. അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യന്മാരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശു അത് കേട്ടാതെ, ദീനക്കാരല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ എത്ര വിളിപ്പാൻ വന്നത് എന്ന് പറഞ്ഞു. അതെ, കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, മനസ്സിലായില്ല ആർക്കും. ഇതാണ് ജ്ഞാനം എന്ന് പറയുന്നത്, ദൈവിക ജ്ഞാനം, ദൈവത്തിൻ്റെ നീതി. രണ്ടും ഇവിടെ കാണാം. രോഗമുള്ളവർക്കാണ് ഡോക്ടറെ കൊണ്ട് ആവശ്യം, അല്ലാത്തവർക്ക് ഡോക്ടർ ഒരു പ്രശ്നമല്ല, രോഗവും പ്രശ്നമല്ല, അവർക്കതിന് വിലയില്ല. അതേപോലെ യാഗത്തിലല്ല, ദൈവം എങ്ങനെയാണ്, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പിൻ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ലോകം ഇതാ, വിമർശിക്കാനല്ലാതെ അതിൻ്റെ വ്യക്തതയില്ല. അപ്പം ജ്ഞാനം ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടു വരുന്നത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതാ കർത്താവ് പറഞ്ഞേ. നമുക്കതിനോടനുബന്ധിച്ച് 13-ാമത്തെ വാക്യത്തിൽ ശ്രദ്ധിക്കുന്നത്, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് പോയി പഠിപ്പീൻ. ഞാൻ നീതിമാന്മാരെ അല്ല, സ്വയനീതിക്കാർ. ഓരോ മനുഷ്യനും അവർ നീതിമാന്മാരാ. അപ്പം അവരെ അല്ല എനിക്ക് പ്രശ്നം, അല്ലേ? പാവികളെ അത്രേ ആ ബോധമുള്ളവരെയാണ്, അല്ലെ പാവികളും ആ വേദനയിൽ, ആ വിഷമത്തിൽ പാവി ആണെന്നുള്ള രക്ഷപ്പെടാൻ എന്ത് ചെയ്യും എന്നുള്ള ആ ആവശ്യത്തിൻ്റെ മുകളിൽ നിൽക്കുന്നവരെയാണ് കർത്താവിന് ആവശ്യം. അവരോടാണ് ദൈവത്തിന് ബന്ധം. ഓരോരുത്തരും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അവനെ സഹായിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നമുക്ക് അതിനോടനുബന്ധിച്ച് സദൃശൻ 2:13 വായിക്കൊന്ന് വായിക്കുക, 21:13 വായിക്കുക, 21:3 വായിച്ച 23, സദൃശം 23:1. നമ്മളിത് വായിക്കുന്നത് 4-ാം വാക്യത്തോടുള്ള ബന്ധത്തിലാണ്. 4-ാം വാക്യം സങ്കീർത്തനം ഒന്ന് വായിച്ചേ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മൾ വിവേചിച്ചു മനസ്സിലാക്കണം. ഘോഷിക്കും. എങ്കിലേ ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ നമുക്ക് സന്തോഷിച്ചുകൂടെ ജീവിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. കർത്താവ് പറഞ്ഞു, യാഗത്തിലല്ല, എനിക്കെന്തെങ്കിലും ചെയ്യണതിലല്ല, കരുണ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പാവികളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം, പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. അവരെ രക്ഷിക്കാനാണ് ഞാൻ വന്നത്. അപ്പം ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെയാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുന്നത് 21-ാം സദൃശം 21:3. ആദ്യം നമുക്ക് അവിടെ വരാം. അതെ, ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാളും വലുത് ദൈവത്തിന് പ്രശ്നം അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ട് ദൈവം കാണുന്നത് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു. ഈ ദുഷ്ടലോകത്ത്, ഈ അല്ലേ സത്യത്തിനൊരു വിലയും കൽപ്പിക്കാത്ത ലോകത്ത്, ഈ അനീതിപരമായിട്ട് പോകുന്ന ലോകത്ത്, ഓരോരുത്തരും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഈ ലോകത്ത് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നത് യഹോവയ്ക്ക് ഏത് യാഗത്തെക്കാളും ഇഷ്ടമാണ്. ആ ഒരു സദൃശവാക്യത്തിൽ നമ്മൾ ആ ഒറ്റ വാക്യം വായിച്ചു നമുക്ക് അതിന് വിശദീകരണം നമുക്ക് മനസ്സിലാവും. നമുക്ക് വേറൊരു ഭാഗത്തേക്ക് വരാം. ഹോശയ പ്രവചനം 6:6-7. ഹോശയ 6:6-7. 900 എല്ലാവരും എടുക്കാം.
എല്ലാവരും എടുത്ത് നമ്മൾ ശ്രദ്ധിച്ച് പയ്യെ പഠിച്ചു പോയാൽ നമുക്ക് മനസ്സിലാക്കി പോയാൽ മതി. 942. ആ, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കും. അതെ, യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. ആദാം ചെയ്തത് ആദ്യത്തെ അല്ലേ, നമ്മളെല്ലാവരും പെട്ടുപോയത് ഇവിടെയാണ്. നിയമത്തെ ലംഘിച്ചു, ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ചു. ദൈവത്തിൻ്റെ നിയമത്തെ ലംഘിച്ചു കഴിഞ്ഞാൽ ജ്ഞാനമില്ല. ലംഘിക്കാതിരുന്നാലേ ജ്ഞാനം വെളിപ്പെട്ടു വരുള്ളൂ, ദൈവത്തിൻ്റെ നീതി പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുള്ളൂ. അതവിടെ പറയുന്നത്. ദയയിലും യാഗത്തിലല്ല ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. കർത്താവിൻ്റെ ഭരണത്തിൽ, ഭൂമിയിൽ 1000 ആണ്ട് ഭരണത്തിൽ സംഭവിക്കുന്നതും അത് തന്നെയാണ്. സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ. സമുദ്രത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണതയ്ക്ക് ഇതിനേക്കാളും വലിയൊരു ഒരു ഉപമയില്ല. അങ്ങനെ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടേക്കാണ് ദൈവം നമ്മളെ സ്വസ്ഥതയുള്ളൊരു ജീവിതത്തിൽ സ്വസ്ഥതയോടുകൂടി കൊണ്ടുപോകുന്നത്. അതിനുള്ള പ്രവൃത്തികളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ ദയയിലും കരുണയിലുമാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരങ്ങൾ സ്തുതിക്കാം. അവിടെ പറയണം, നോക്കി 7ാമത്തെ വാക്യം, എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. പക്ഷെ ദൈവത്തിൻ്റെ ആ വഴി, ദൈവം അതിന് വെച്ചിരിക്കുന്ന, നമ്മളെ കൊണ്ടുപോകാൻ വെച്ചിരിക്കുന്ന വഴി നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നേരെ തലതിരിച്ചു പോകും. അതിനെക്കുറിച്ച് നമുക്കൊരു ഭാഗത്ത് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്കിതിപ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ചു പോവാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം തന്നെ 18-ാം അധ്യായത്തിലേക്കൊന്ന് വരാം. അല്ലേ, നമ്മളിവിടെ ഹോശേയ 6:7 വായിച്ചേ, 6:7 വായിച്ചേ. ഒരു വാക്യം കൂടി നമുക്ക് ശ്രദ്ധിക്കണം. മീഖ, ഹോശേയ കഴിഞ്ഞിട്ട് മീഖ പ്രവചനത്തിലേക്ക് വരാം. 964 അല്ലേ. മീഖ 6 തന്നെ, 6 മുതൽ ശ്രദ്ധിക്കാം. ഞാൻ വായിക്കാം. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടേണ്ടു. കണ്ടോ, അത്യുന്നതനായ ദൈവത്തിൻ്റെ മുമ്പാകെ കുമ്പിടാൻ നമസ്കരിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ എന്താ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകണ്ടേ? ഒരു ജ്ഞാനത്തിൻ്റെ ചിന്തയത്. അത്യുന്നതൻ്റെ മുമ്പ് ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിളാങ്ങളോടും കൂടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലണമോ? പഴയ നിയമകാലത്തെ കാര്യമാണ് പറയുന്നത്. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും യഹോവ പ്രസാദിക്കുമോ? വലിയ കാര്യമാണ് പറയുന്നത്. എൻ്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എൻ്റെ ആദ്യജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എൻ്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നല്ലത് എന്തെന്ന് അവൻ കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവത്തിന് വല്ലതും കൊടുക്കണോ? ഒന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞു. എന്താ ചെയ്യേണ്ടത്? ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരരായിരിക്കണം, സഹജീവികളോടും മറ്റും എല്ലാവരുമായിട്ടുള്ള ബന്ധത്തിൽ നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ അഹങ്കരിക്കാനൊന്നുമില്ല. എല്ലാം ദൈവം തന്നത്, ശ്വാസം, ജീവൻ എല്ലാം ദൈവം തന്നത്. ഒരു നിമിഷം വരെ അല്ല, ഓരോ സെക്കൻഡും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നിലനിൽക്കുന്നു. ഈ ബോധത്തോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കുക.
ഇതാണ് ദൈവത്തിന് വേണ്ടത്. എന്നാലേ ദൈവത്തിന് തക്ക സമയത്ത് നമ്മളെ താഴ്ന്നിരുന്ന തക്ക സമയത്ത് അവൻ ഉയർത്തും. അപ്പം ഇതാണ് ദൈവത്തിൻ്റെ ജ്ഞാനം. ഇത്രയേ ഉള്ളൂ. ദൈവസന്നിധിയിലും അല്ലെ ദൈവം എന്ന് പറയുമ്പോൾ മനുഷ്യൻ എത്രയോ എത്രയോ താഴ്മയോടെ, എത്രയോ ഏത് നിലവാരത്തിലിരിക്കണം, ഇതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം. അല്ലേ? ശാബത്ത് ആചരിക്കുന്നതിലല്ല, അന്നും ദൈവം നന്മ ചെയ്തിട്ടാണ് ശാബത്ത് തന്നിരിക്കുക. അതേപോലെ നമ്മളും നല്ലത് എന്താ ചെയ്യാൻ പറ്റും ചെയ്തിരിക്കണം എന്നല്ലേ കർത്താവ് പറഞ്ഞു. ദൈവത്തോടൊപ്പം സന്തോഷിക്കണം. ദൈവത്തിന് പ്രസാദമുള്ള കാര്യം അതാ. നന്മ ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതിനുള്ള അവസരവും ദൈവം തരും, അതിനുള്ള സാഹചര്യം എല്ലാം ദൈവം തരുന്നേ. അതാണ് ഈ വാക്യങ്ങൾ ഇവിടെ നമ്മൾ വായിച്ചത്. ഇനി മത്തായിലേക്ക് നമുക്ക് വരാം. 18-ാം അധ്യായം സങ്കീർത്തനത്തിൻ്റെ 4 വായിച്ചിട്ട് വരാം. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുല്ലസിക്കും. അതെ. ഇനി മത്തായിയുടെ 18 വരാം. കർത്താവേ, കൃപ. മത്തായി 18:10 മുതൽ. ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതെ, ഈ ചെറിയവരിൽ, ഈ ദൈവത്തിൻ്റെ മുന്നിൽ ഈ ഒന്നിനും ഞാൻ ഒന്നുമല്ല. ദൈവം ആരാന്ന് മനസ്സിലായി. ഞാൻ എന്താണെന്നുള്ള വ്യക്തതയോടുകൂടി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ വ്യക്തതയോടുകൂടി എന്നെ ഭരിച്ചു നടത്തുന്ന ദൈവമാണ്. എൻ്റെ ദൈവത്തിൻ്റെ ദയയാണ്. ദിവസവും വൈകിട്ട് ദൈവത്തിൻ്റെ വിശ്വസ്തത വർണ്ണിക്കുന്നവനാണ്. അങ്ങനെയുള്ളൊരു വ്യക്തതയോടുകൂടി ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനെക്കുറിച്ചായി പറയുന്നത്. ഈ ചെറിയവരില്ല, അവർ ചെറിയവരാണ്. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ചെറിയവരാണ് നമ്മളൊക്കെ. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നും അല്ലാത്തവരാണ് നമ്മൾ. അവരെ സംബന്ധിച്ചോളം നമ്മളെപ്പോലെ ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യരില്ല. അപ്പം അതുകൊണ്ട് ദൈവം പറയുന്നത് ഈ ചെറിയവരിൽ, ദൈവം അത് അംഗീകരിച്ചുകൊണ്ട് ഈ ചെറിയവരിൽ തുച്ഛീകരിക്കാതിരിപ്പാൻ സൂക്ഷിപ്പ്. ദൈവത്തിൻ്റെ നമ്മളോടുള്ള സൂക്ഷ്മത എത്രത്തോളം ഉണ്ട്, കരുതൽ എത്രത്തോളം ഉണ്ട്. മറ്റുള്ളവരോട് പറയുക, ഇത് വായിക്കുന്ന നമ്മളോടും കൂടി പറയുക, ഇങ്ങനെയുള്ളവരെ തുച്ഛീകരിക്കരുത്, സൂക്ഷിച്ചോളാം. അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ സൂക്ഷ്മത അവരിൽ എത്രയോ മാത്രം ഉണ്ടെന്ന് നമ്മൾ അതിൻ്റെ ഗഹനം, എത്രയോ ആഴത്തിലുള്ളൊരു സൂക്ഷ്മത ദൈവത്തിൻ്റെ നമ്മളോടുള്ളത്. അത് മനസ്സിലാക്കി ജീവിക്കുന്ന നമ്മളെ ദൈവം എത്രക്കാർ. അതാണ് കർത്താവ് പറയുന്ന പിന്നത്തെ വരി. എന്താ? സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ അവർക്ക് വേണ്ടി നിയോഗിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. പിതാവ് നിയോഗിച്ചിരിക്കുന്നത് അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ. പിതാവ് ആജ്ഞാപിക്കുമ്പോൾ അപ്പം തന്നെ അവർക്ക് വേണ്ടുന്നത് എന്താണോ അത് ചെയ്തു കൊടുക്കാൻ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന കൽപ്പന കേൾക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന ദൂതന്മാരുണ്ട് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അവരെപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കണോ? ഒന്ന് പറഞ്ഞാൽ മതി. നമ്മളെ ഉപദ്രവിക്കുന്ന അല്ലെ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ അവസ്ഥ എന്താ കണ്ടോ? അത്ര സൂക്ഷ്മതയോടുകൂടി പത്രോസും പറയുന്നുണ്ട്, നമ്മൾ എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് കൊണ്ടുപോകുന്നു. അത്ര സൂക്ഷ്മതയോടുകൂടി ദൈവത്തിൻ്റെ നിത്യ സ്വസ്ഥതയിലേക്ക് നമ്മളെ കൊണ്ടുപോവുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഈ ജ്ഞാനം നമുക്ക് വേണം. നമ്മളെവിടം വരെ വായിച്ച അതിൻ്റെ 10-11 ഒന്ന് മുഴുവൻ കൊണ്ട് വായിച്ച 14 വരെ നമുക്കൊന്ന് വായിച്ചു ചേർത്താവും. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഒരു മനുഷ്യന് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അവയിൽ ഒന്ന് തെറ്റി ഉഴന്നു പോയാൽ 99 വിട്ടേച്ച് തെറ്റിപ്പോയതിനെ മലകളിൽ ചെന്ന് തിരയുന്നില്ലയോ? അതിനെ കണ്ടെത്തിയാൽ തെറ്റിപ്പോകാത്ത 99 അധികം അതിനെ കുറിച്ച് സന്തോഷിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഈ 100 വിശുദ്ധന്മാരിവിടെ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം തെറ്റിപ്പോയാൽ അതിനെ തിരികെ കൊണ്ടുവരാൻ ദൈവത്തിൻ്റെ ജാഗ്രത നോക്കി. മനുഷ്യരങ്ങനെയാണ്. ഞാൻ ആ കാര്യത്തിൽ എത്രയോ ശ്രദ്ധയുള്ളവനാണെന്ന് ദൈവം പറയണേ. നമ്മളാരും തെറ്റിപ്പോണ ദൈവത്തിന് ഇഷ്ടമല്ല. അപ്പോൾ അതിലും കൂടുതൽ അത് തിരിച്ചു വന്ന സ്വർഗം സന്തോഷിക്കും. എന്നിട്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അങ്ങനെ തന്നെ
ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല. നമ്മളൊരാൾ പോലും നശിച്ചു പോകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല. ആണയിട്ട് കർത്താവ് പറഞ്ഞു. കരങ്ങളുയർത്തി നമുക്ക് സ്തുതിക്കാം. അപ്പം ഇത് മനസ്സിലാക്കിയിട്ട് വേണം സങ്കീർത്തൻ്റെ 4-ാം വാക്യം എന്താ പറഞ്ഞതെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ. ഇനി നമുക്ക് 4-ാം വാക്യം വായിക്കാം. യഹോവേ, നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ നിന്റെ കൈകളുടെ പ്രവൃത്തികളെ കുറിച്ച് ഘോഷിച്ചുള്ളൂ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളിവിടെ കാണുന്നുണ്ടോ? കാണുന്നില്ല. നമുക്കൊരു ഭാഗം കൂടി ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ. ലൂക്കോസ് 19. ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. സക്കായിയുടെ പ്രശ്നമാണ് വായിക്കുന്നത്. അതിൻ്റെ 5-ാം വാക്യം മൂലം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബാക്കിയൊക്കെ നമുക്കറിയാം. അവൻ കുറിയവനാണ്ട് മരത്തിൻ്റെ മുകളിൽ, കാട്ടത്തി മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് കർത്താവിനെ കാണാൻ വേണ്ടിയിരുന്ന മനുഷ്യൻ. എങ്ങനെയുള്ളവെന്ന് കാണാൻ വേണ്ടി കയറിയിരുന്ന മനുഷ്യൻ. അവിടെ കർത്താവ് അതിൻ്റെ അടിയിൽ വന്നപ്പോൾ കർത്താവ് നേരെ മുകളിലേക്ക് നോക്കിയിട്ട് പേര് വിളിച്ചു, സക്കായിയെ നീ ഇറങ്ങി വാ. ഇന്ന് അതിൻ്റെ 5-ാം വാക്യം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്നു നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് ഇപ്പം തീരുമാനിച്ച കാര്യമാണോ ഇത്? അല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം കണ്ടിട്ടുള്ളവനാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ട് വരുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതാണ്. അതാണ് ഇവിടെ അവിടെ തൊട്ടടുത്ത വരി ശ്രദ്ധിച്ച്, അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കണ്ടവരെല്ലാം അവൻ പാപിയായൊരു മനുഷ്യനോടുകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുവിറുത്തു. കണ്ടവരെല്ലാം പിറുവിറുത്തു. പക്ഷെ ദൈവിക ജ്ഞാനം മനസ്സിലാക്കുന്ന നമ്മളത് അങ്ങനെയല്ല കാണുന്നത്. ദൈവം നമുക്ക് ആ പിറുവിറുപ്പിൻ്റെ ഒരു അനുഭവത്തിലേക്കല്ല, അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോയി ദൈവിക ജ്ഞാനം കാണാനുള്ള. നമ്മളും അങ്ങനെയുള്ളവർ തന്നെയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിലും ചെയ്ത പ്രവൃത്തി ദൈവം ഇത് തന്നെയാണ്. അതാണ് കർത്താവ് പറഞ്ഞു തന്നെ, പിറുവിറുത്തു. സക്കായിയോ നിന്ന്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അതെ അതെ അതെ. കർത്താവിനോട് അവൻ്റെ ഹൃദയം അവൻ തുറന്നു, അല്ലേ? കർത്താവിന് വേണ്ടിയിരുന്നതാ. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചോളവും അല്ലെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചോളം ഇത് ആ സമയത്ത് നടന്ന ഒരു അന്ന് സാക്ഷികളായിരുന്നവർക്കൊക്കെ അത് അപ്പം നടന്നൊരു സംഭവമായിട്ട് യാദൃച്ഛികമായിട്ട് സംഭവിച്ചു. പക്ഷെ ഇതങ്ങനെയാണോ? നമ്മളെയും കർത്താവ് എങ്ങനെ വിളിച്ചത്? അതിൻ്റെ അവസാനം കർത്താവ് പറയുന്നുണ്ട് 9-ാമത്തെ വാക്യം. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഇവനെ കണ്ടുപിടിച്ച് ഇവനെ രക്ഷിക്കാനാണ് ഞാൻ ഇന്ന് ഈ വഴി കൂടി വന്നത് എന്നല്ലേ എൻ്റെ അർത്ഥം. സ്തോത്രം. അതെപ്പോൾ കണ്ടു? ലോകസ്ഥാപനത്തിന് മുമ്പ് കണ്ടു. ഇപ്പോൾ പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ ജ്ഞാനം ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടു വരുന്നു നമ്മുടെ ജീവിതത്തിൽ. ലോകസ്ഥാപനത്തിന് നമ്മൾ തിരഞ്ഞെടുത്തു, ക്രിസ്തുവിൽ, അല്ലേ? നമ്മളെ തിരഞ്ഞെടുത്തു ലോകസ്ഥാപനത്തിന് മുമ്പ്. നമ്മൾ സമയമായപ്പോൾ നമ്മളെ വിളിച്ചു. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് ആ സ്വസ്ഥതയിലിരുന്ന് ദൈവത്തെ പാടി ആരാധിച്ച് സന്തോഷിച്ച് അങ്ങനെ ജീവിതത്തിൽ സ്വസ്ഥതയോടുകൂടി നിത്യസ്വസ്ഥതയിലേക്ക് പോകേണ്ടവരല്ലേ? നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വിവേചിക്കണ്ടേ? നമ്മുടെ ജീവിതത്തിൽ ഇത് അനുഭവിച്ച് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുപോകണ്ടേ? അത്ര ശ്രേഷ്ഠമായിട്ട് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. കരങ്ങളിലോട്ട് നമുക്ക് സ്തുതിക്കാം. ഒരുപാട് വാക്യങ്ങളുണ്ട് ഇതേപോലെ ദൈവത്തിൻ്റെ ഈ സുവിശേഷത്തിൽ. നമുക്ക് ഇത്ര മതി, കാരണം നമുക്ക് മനസ്സിലായല്ലോ. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ കണ്ടു എന്ന് പറഞ്ഞത്, നമ്മളെ തിരഞ്ഞെടുത്തത്, നമ്മളെ സ്വർഗവും എന്തിനു വേണ്ടി സ്വർഗവും ഭൂമിയും ഒന്നിച്ചാകുന്ന അവസരത്തിൽ നമ്മളെ അതിനുവേണ്ടി പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രയിട്ട് വച്ചിരിക്കുക, അല്ലേ? അത്രയും ജ്ഞാനത്തിലാണ് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പിറുപിറുപ്പിൻ്റെ പ്രശ്നമില്ല. കർത്താവിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് സംശയമില്ല. നമ്മൾ അവിശ്വാസമുള്ളവരല്ല.
നമ്മൾ ശാപത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അത് വേണ്ട രീതിയിൽ നമുക്ക് മുന്നോട്ട് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നുമുണ്ട്. ലോകത്തെ കൊണ്ടുപോകുന്നതല്ലേ അല്ല, സ്വർഗീയ അധികാരത്തോടുകൂടി തന്നെ പ്രയോഗിച്ചുകൊണ്ട് ദൈവം നമ്മളെ കൊണ്ടുപോകുക. അന്ത്യകാലത്ത് ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ ശക്തി വലുതാണ്. കൃപ വർദ്ധിച്ചു വരിക. പാപം പെരുകും തോറും നമുക്ക് കൃപ വർദ്ധിച്ചു വരിക. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. അപ്പോൾ നമ്മൾ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനത്തിലേക്ക് എത്തി. നമുക്ക് 5-ാം വാക്യത്തിലേക്ക് വരാം. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. അതെ, ഇപ്പം ഭക്തൻ പറയുക, യഹോവേ നിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നമ്മൾ ശരിയായ രീതിയിൽ, ശരിയായ ദൈവം നമ്മൾ ജീവിതത്തിൽ ചെയ്ത പ്രവൃത്തി അതിൻ്റേതായ രീതിയിൽ നമ്മൾ വിവേചിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. വർണ്ണിക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നതും കഴിഞ്ഞതും ഒക്കെ ആയിട്ട്. നമ്മൾ ഇവിടം വരെ ദൈവം ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്തി, ഇത് കേൾപ്പിക്കുന്നവരെ ദൈവം നിർത്തിയിരിക്കും വേണ്ടി ചെയ്ത കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വായിച്ചു പോകാം 5-ാം വാക്യം. നമുക്കെങ്കിലും ഒരു സങ്കീർത്തനത്തിൻ്റെ നമുക്കൊരു ഭാഗത്തിൽ ശ്രദ്ധിക്കാം. 36-ാം സങ്കീർത്തനം 6 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 36-ാം സങ്കീർത്തനം. നിന്റെ നീതി ദിവ്യപർവ്വതങ്ങളെപ്പോലെയും നിന്റെ ന്യായവിധികൾ വലിയ ആഴിയെപ്പോലെയുമാവുന്നു. യഹോവേ, നീ മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. അതെ, മനുഷ്യരെയും മൃഗങ്ങളെയും രക്ഷിക്കുന്നു. ദൈവമേ, നിന്റെ ദയ എത്ര വിലയേറിയത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ദൈവത്തെ അല്ലേ, എല്ലാത്തിനേക്കാളും ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് ജീവിക്കുന്നവരെല്ലാവരും ദൈവത്തിൻ്റെ നിഴലിലെങ്കിൽ ശരണം പ്രാപിച്ചിരിക്കുന്നവർ തന്നെയാണ്. അവരാണ് ഭാഗ്യവാന്മാർ. ലോകത്തെല്ലായിടത്തും ഉണ്ട് അങ്ങനെയുള്ള മനുഷ്യർ. ലോകത്തെല്ലായിടത്തും ഉണ്ട് അങ്ങനെയുള്ള ആത്മീയർ. അവരെ ലോകത്തിന് മനസ്സിലാവില്ല. ആത്മീയനെ വിവേചിക്കാൻ ആർക്കും സാധ്യമല്ല. ആത്മീയൻ എല്ലാവരെയും വിവേചിക്കുന്നു. അതാണ് എൻ്റെ ശരി. അപ്പോൾ ഇങ്ങനെ ഒരു ജീവിതമാണ് നമ്മുടെയൊക്കെ ജീവിതം. നമുക്ക് വായിച്ചു പോവാം. ദൈവമേ, നിൻ്റെ മനുഷ്യപുത്രന്മാർ നിൻ്റെ ചിറകിനിടയിൽ ശരണം പ്രാപിക്കുന്നു. നിൻ്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് കുടിപ്പിക്കുന്നു. നിൻ്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ. അതെ, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ നടക്കുന്നത്. ദൈവം തരുന്ന കാഴ്ചപ്പാടിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാഴ്ചപ്പാടോടുകൂടി ആ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. നിന്നെ അറിയുന്നവർക്ക് നിന്റെ ദയയും ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ. അതെ, ഹൃദയപരമാർത്ഥികൾക്ക് നിന്റെ നീതിയും ദീർഘമാക്കണമേ എന്ന് പറഞ്ഞാൽ അവർ ദീർഘായുസ് കൊടുക്കണമേ എന്ന് തന്നെ പറയും. പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ളവരെ ദൈവമേ അവർ ദീർഘനാൾ വസിക്കണം. അതിൻ്റെ ഗുണം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അറിയാവുന്ന ഭക്തൻ പ്രാർത്ഥിക്കുകയാണത്. അതവിടെ നിൽക്കട്ടെ. നമുക്ക് 40-ാം സങ്കീർത്തനത്തിലേക്ക് കൂടി ഒന്ന് വരാം. 40-ന്റെ 5 മുതലുള്ള വാക്യം, 5ഉം 6ഉം വാക്യം മാത്രം വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദസ്യൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചു. മതി, അത്ര മതി. 2 ഈ കേട്ട് മനസ്സിലാക്കാനുള്ള, ഗ്രഹിക്കാനുള്ള ആ ജ്ഞാനം അല്ലെങ്കിൽ അതിലൊരു അനുഗ്രഹം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ആ പറഞ്ഞത്. ഇതെല്ലാം വിവേചിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വചനത്തിലൂടെ കേട്ട് നമ്മൾ അല്ലേ, അതിന് വേണ്ടിയിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയില്ലേ. ഇത് ചെവി ഉള്ളവരാ. കാരണം ദൈവം തുളച്ചിരിക്കുക ചെവി. നമുക്ക് കേൾക്കാം, നമുക്ക് ഗ്രഹിക്കാം. കേട്ടിട്ട് ഗ്രഹിക്കുന്നെങ്കിലേ കേൾവി എന്ന് പറയുന്ന അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ കേൾവി ശരിയാവില്ല. ഹൃദയത്തിൽ അത് ഗ്രഹിക്കണം. അതിനു വേണ്ടിയിട്ടാണ് കേൾക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ഇതാണ് ഇവിടെ ഭക്തൻ പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന് നമ്മൾ എന്നും നിത്യത മുഴുവൻ ഇനിയും അറിയാൻ കിടക്കണേ ഉള്ളൂ. കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ദൈവത്തിൻ്റെ കാര്യങ്ങൾ
നമുക്ക് അവിടെ നിർത്താം. 5-ാം വാക്യം 6-ാം വാക്യത്തിലേക്ക് വരാം. മൃഗപ്രായനായ മനുഷ്യൻ അത് അറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നതുമില്ല. അതെ, മൃഗപ്രായരായ മനുഷ്യൻ അതറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. ദൈവത്തെ ദൂഷിക്കുന്ന, അല്ലെ ദൈവം ഇല്ല, ദൈവത്തെ അതൊരു അങ്ങനെ ഒരു ഒന്നില്ല എന്ന് പറഞ്ഞു നടക്കുന്ന ബോഷ്ക്ക് അവരെ മൂഢൻ എന്നാണ് പറയുക. വെച്ചാൽ വിഡ്ഢി എന്ന് തന്നെ അതിൻ്റെ അർത്ഥം. വിഡ്ഢികളാണ്. വിഡ്ഢികളത് അറിയുന്നില്ല. മൃഗപ്രായനായ മനുഷ്യൻ, മൃഗത്തിൻ്റേതുപോലെയുള്ള ഒരു അതേപോലൊരു ജീവിതമാണ്. നമ്മൾ എത്ര നാൾ ജീവിച്ചിട്ട് എന്താ കാര്യം? മൃഗത്തിന് പ്രായം കൂടിയ വല്ല പ്രത്യേക വിശേഷ ബുദ്ധി വല്ലതും ഉണ്ടോ? അപ്പോൾ ഇന്നുപോലെ മൃഗപ്രായനായ മനുഷ്യൻ അതറിയുന്നില്ല, മൂഢൻ അത് ഗ്രഹിക്കുന്നില്ല. നമുക്കതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. വാക്യങ്ങളുണ്ട്, വായിച്ച് സമയം പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗം വിടുക. നമുക്ക് 7-ാം വാക്യത്തിലേക്ക് വരാം. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോടെ പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകേണ്ടതിനാകുന്നു. അല്ലേ? ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകും. നമ്മുടെ ചുറ്റും എവിടെയും ചെന്നാലും ഇതല്ലേ കാഴ്ച. തഴച്ചു വളരെയല്ലേ മനുഷ്യർ. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും മൂഢൻ അത് നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും, അതാണ് അതിൻ്റെ പ്രത്യേകത. എന്നേക്കും നശിച്ചു പോകേണ്ടതിനാവും. വല്ല ഗുണമുണ്ടോ? എവിടെയെങ്കിലും ഒരു ആശ്വാസത്തിന് വക വേണ്ടേ? എന്നേക്കും എന്നാണ് പറഞ്ഞേക്കണം. ഭയങ്കരം അതിൻ്റെ കാര്യം, ഭയങ്കര കഷ്ടമായ, ഭീതിപ്പെടുത്തുന്നതാണ്. അത് ഗൗരവം ആർക്കും മനസ്സിലായിട്ടില്ല. നമുക്ക് അത് ഇപ്പോഴും മനുഷ്യരിങ്ങനെ തന്നെ പോകുന്നത്. ഇവർ നല്ലപോലെ തഴയ്ക്കുന്നുണ്ട്. ഒരു പുല്ലുപോലെ ഇങ്ങനെ ഒരൊന്നുമില്ലാത്ത ഒരു ചെറിയ നാമ്പ് മതി പുല്ലിൻ്റെ, പിന്നെ അതങ്ങ് വന്നോളും. അവരവരുടെ സാധ്യതകൾ വർദ്ധിപ്പിച്ച്, അഭിവൃദ്ധി വർദ്ധിപ്പിച്ച് അവരങ്ങ് പോവുക, അങ്ങനെ തഴച്ചു വളരുക. നമുക്കതിനെ ഈ റോമാലേഖനം 1:18 നമുക്കറിയാമല്ലോ. 18 കൊല്ലം വാക്യം ഒന്ന് വായിച്ചിട്ട് റോമർ 1. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. ഇതെല്ലാം മതി, അത്ര മതി. നമുക്ക് കാര്യം അറിയാം അല്ലേ? അവിടെ അതിൻ്റെ തുടക്കം എന്താണ് പറഞ്ഞിട്ടുണ്ട്? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യൻ്റെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടുകൊണ്ട്. അതാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഭക്തൻ അങ്ങനെ പറഞ്ഞ അതിൻ്റെ ഈ നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യം കൂടി ഒന്ന് വായിച്ചു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതിയോടെ പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. നീതികേട്, സത്യം പ്രവർത്തിക്കുന്നില്ലെങ്കിൽ പിന്നെ അനീതിയാണല്ലോ പ്രവർത്തിക്കുന്നത്. അനീതി എന്ന് പറയുമ്പോൾ അത് നീതികേടാണ്. അതിനെക്കുറിച്ച് ഇവിടെ നീതികേടെന്ന് പറയുന്നത്. നീതികേടാണല്ലോ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇവർക്കെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവർ നല്ല സന്തോഷത്തോടുകൂടിയും ഭയങ്കര അവർ ചെയ്യണമെല്ലാം ശരിയും, അവർക്കും ഉണ്ടല്ലോ ദൈവവും ദൈവത്തിനോടുള്ള വിളിയും വഴിപാടുകളും, മറ്റേ ഓരോ അമ്പലത്തിനാണെങ്കിലും പള്ളിക്കാണെങ്കിലും അവരെ വിശ്വസിക്കുന്ന ദൈവത്തിന് അവർ വാരിക്കൂരി ചെലവഴിക്കുന്നവരെ പേര് വെച്ചൊക്കെ അവർ നടക്കുന്ന സുഖമായിട്ടല്ലേ അവർ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വശമാണ് അതിൻ്റെ തുടക്കം, അതിൻ്റെ ആരംഭം, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ് ഇവിടെ ഇപ്പം നമ്മൾ 18 നമ്മൾ വായിച്ചു, 1:18 വായിച്ചത് അല്ലേ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന നേരെ ദൈവത്തിന്റെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞ പോലെ ബാക്കി 2 തെസ്സലോനിക്ക ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. 2 തെസ്സലോനിക്ക 2:10 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. കുറേ ഉണ്ട് അവിടെ, അപ്പോൾ നമുക്ക് 10 മുതലുള്ള വായിച്ചാൽ മതി. സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയെ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വേദത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അതെ, 2 തെസ്സലോനി നമ്മളതിൻ്റെ 10 മുതലല്ലേ വെച്ച് കേട്ടോ. ഇവിടെ അത് തന്നെയാണ് പറയുന്നത്.
അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. കേട്ടോ, വിശദീകരിക്കുക. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും, ആരും ഒഴിവില്ല, അതിൽ ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. അവരായ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വഴിപാട് കഴിക്കുന്ന വ്യാജ ദൈവങ്ങൾ, അതിൻ്റെ വ്യാപാര ശക്തികൾ അവർക്കുണ്ട്. ദൈവം തന്നെ അത് ചെയ്യുന്നു. അപ്പം അതുകൊണ്ട് ഒരിക്കലും അവർ സത്യത്തിലേക്ക് വരുന്നില്ല. കാരണം എന്താ? സത്യത്തെ സ്നേഹിക്കാതെ. എടുത്തു പറഞ്ഞു 10-ാം വാക്യം, സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. ഭവിക്കണ്ടേ? മനഃപൂർവ്വമല്ലേ അവർ സത്യം അനുസരിക്കാതിരുന്നേ? അപ്പം അങ്ങനെ തന്നെ വേണ്ടേ? അപ്പോൾ എത്ര വിവേചിച്ച് നമ്മൾ മനസ്സിലാക്കി പോവുക നമ്മളും ഈ ലോക മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അവരങ്ങനെ ചെയ്യണേലും അവരുടെ ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പമില്ല, ശരി തന്നെയാണ്. അതും ചെയ്യുന്നത് നമ്മുടെ ദൈവം തന്നെയാണ്. കരങ്ങളിൽ ദൈവത്തെ സ്തുതിക്കാം. അതും നമ്മുടെ ദൈവം തന്നെയാണ്. സ്തോത്രം. നമുക്ക് തിരിച്ച് സങ്കീർത്തനത്തിലേക്ക് വരാം. അതിൻ്റെ 7-ാം വാക്യം ഒന്നുകൂടി വായിക്കാം. ദുഷ്ടന്മാർ പുല്ലുപോലെ മുളയ്ക്കുന്നതും നീതിയോടെ പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും അപ്പം നമുക്കത് വ്യക്തമായി ആ കാര്യം. ഇനി 8-ാമത്തെ വാക്യം, നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. നീയോ യഹോവേ, നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവം എന്നേക്കും അത്യുന്നതനാകുന്നു. ഇവിടെയാണ് അതിൻ്റെ ശരിക്കും പറഞ്ഞ സങ്കീർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനായി. ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണ്ടത്. നമ്മൾ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാണ്. ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണമെന്ന് പഠിപ്പിച്ചതും യേശുക്രിസ്തു തന്നെയാണ്. ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞു തന്നതും ദൈവം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണാത്മാവും കൂടി ദൈവത്തെ സ്നേഹിക്കണമെന്ന് തന്നെയാണ്. അപ്പം അടിസ്ഥാനം അങ്ങനെ തന്നെയാണ്. അങ്ങനെ നമ്മൾ പുതിയ നിയമത്തിൽ പോകുന്നവരാണ്. അതുകൊണ്ട് ദൈവം നമുക്കൊക്കെ തുറന്ന് തരുന്നേ. അങ്ങനെ പോകുമ്പോൾ നമുക്കെല്ലാം ലഭിക്കുന്നത് ഇവിടുന്ന്, ഈ ജ്ഞാനമെല്ലാം ലഭിക്കുന്നത് അതിൻ്റെ ശരിയായ ഒരു തലത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുക. നമുക്കതിന് ആദ്യമേ നമുക്ക് വായിക്കേണ്ടത് 1 കൊരിന്ത്യർ ലേഖനം 1-ന്റെ 30-ാം വാക്യം, 30-31 വായിക്കാം. നമുക്ക് കുഴപ്പമില്ല. ഇനിയുള്ള വാക്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണം ആണത്. ആ ഒറ്റ വാക്യത്തിൽ വരുമ്പോൾ അതെല്ലാം ഉണ്ട്. നമുക്കത് ശ്രദ്ധിക്കാം. കേട്ടോ, നമുക്ക് സംഗതിയിൽ വരാം. നിങ്ങളോ അവനാ ക്രിസ്തുയേശുവിലിരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നും ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആകേണ്ടതിന് തന്നെ. അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഞാനും കൂടി ആ ഭാഗം എടുക്കട്ടെ കേട്ടോ. 1 കൊരിന്ത്യർ 1:30. നിങ്ങളോ അവനാൽ ദൈവത്താൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം, പിതാവായ ദൈവത്തിൻ്റെ ഹിതം, ക്രിസ്തുവിൽ നമ്മളെ തിരഞ്ഞെടുത്തു. പക്ഷെ നമ്മൾ എവിടെ ഇരിക്കണേ? നമ്മളിപ്പോൾ ക്രിസ്തുവിലിരിക്കുന്നു, അല്ലേ? പിന്നെ പറയുകയാണ്, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൽ നിന്നേക്കാൾ ഉപരി ക്രിസ്തുവിൽ നമ്മളിരിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൽ, ദൈവം അയച്ച സത്യത്തിൻ്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ ആത്മാവ് നമുക്ക് അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം വായിച്ച 1 പത്രോസിൻ്റെ 4-ാം അധ്യായം 4-ാം വാക്യം 14-ാം വാക്യം വായിച്ചു. 1 പത്രോസ് 4:14. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ 1 പത്രോസ് 4-ന്റെ
ക്രിസ്തുവിന്റെ നാമഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. അതെ, മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളിൽ ആവസിക്കുന്നുവല്ലോ. നമ്മളിലുണ്ടല്ലോ. നമുക്കൊരാത്മാവുണ്ടല്ലോ. ഉണ്ട്. നമ്മളതിനെക്കുറിച്ച് വ്യക്തതയുള്ളവരാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് പിതാവിനെ ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആയിരിക്കണം. ഏതാത്മാവിൽ? നമുക്ക് തന്നിട്ടുള്ള ആത്മാവിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്താൽ. അത് റോമാലേഖനത്തിലേക്ക് 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട്. നമ്മുടെ ആത്മാവിൻ്റെ ചിന്ത വരെ ദൈവം ആ രീതിയിൽ നെടുവീർപ്പ് വരെ അറിഞ്ഞ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താലാണ്. അത് നമ്മുടെ ആത്മാവിൽ നിന്ന് ഉയരുന്ന നെടുവീർപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. 2 ആത്മാവ് അവിടെ ഉണ്ട്. ഞാൻ എടുത്ത് വായിപ്പിച്ച് സമയം കളയണ്ടാട്ട. നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്തേക്ക് പിന്നെ പോവാം. അപ്പോൾ ആത്മാവിൽ നമ്മൾ ആരാധിക്കണം. നമുക്ക് തന്നിട്ടുള്ള ആത്മാവിൽ നമ്മൾ ആരാധിക്കണം. സത്യത്തിൽ ആരാധിക്കണം. ദൈവം ആരാന്ന് തിരിച്ചറിഞ്ഞ് ദൈവം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ആരംഭത്തിൽ പറഞ്ഞു, പ്രവർത്തിക്കുക എന്നതും ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ. തിരുവള്ളം ഉണ്ടായിട്ട് നിങ്ങളിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഇതെല്ലാം ദൈവമാണ് നമ്മളിലൂടെ ചെയ്തെടുക്കുന്നത്. നമ്മളെ നിന്നു കൊടുക്കുക. അപ്പോൾ ഇവിടെ വായിച്ച വാക്യം നമ്മൾ ശ്രദ്ധിച്ച്, ക്രിസ്തുയേശുവിലിരിക്കുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിലിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഇരുന്നിട്ടോ അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനം, ക്രിസ്തു ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെവിടെയാണ്? ആ ക്രിസ്തുവിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന ജ്ഞാനം, ആ ക്രിസ്തുവിലെ ജ്ഞാനം നമ്മളിലേക്ക് കിട്ടുന്നില്ലേ? ആ ക്രിസ്തുവിൽ ഉള്ള വീണ്ടെടുപ്പ്, ക്രിസ്തു എടുത്ത വീണ്ടെടുപ്പല്ലേ നമ്മളിൽ വരുന്നത്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തുവിൽ ആയിരിക്കുമ്പോഴല്ലേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഒന്നുകൂടി മനസ്സിലാക്കണമെങ്കിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാം. 2 കൊരിന്തി 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയാൻ പോകുന്നു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ക്രിസ്തുവിൽ ഉള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. പൗലോസിനെ അറിയുന്നു എന്നല്ല പറഞ്ഞേ. പൗലോസ് ഇപ്പോൾ എവിടെയാ? ക്രിസ്തുവിൽ ആണ് പൗലോസ്. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. ഇപ്പം ഞാൻ എന്ന് പറയുന്ന ആൾക്ക് അറിയാൻ കാര്യം, ക്രിസ്തുവിലൊരു മനുഷ്യനുണ്ട്. ഞാൻ ക്രിസ്തുവിലാവുമ്പോഴുള്ള ആളെക്കുറിച്ച് പൗലോസ് ഇപ്പോൾ പറഞ്ഞു തരിക. നമുക്ക് വായിക്കാം. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ദൈവത്തിനറിയാം ഇവനെങ്ങനെയാ ഞാൻ ഇവിടെ കൊണ്ടുവന്നേക്കണേന്ന്. ദൈവമാണ്, ക്രിസ്തുവിലാണ് വന്നേക്കണേ. പൗലോസിൻ്റെ ശരീരത്തിലല്ല വന്നേക്കണേ, പൗലോസിൻ്റെ ആത്മാവിലല്ല വന്നേക്കണേ, ക്രിസ്തുവിലാണ് ഇപ്പോൾ പൗലോസ് ഇരിക്കുന്നത്. ക്രിസ്തുവിലാണ് പൗലോസ് ഇരിക്കുന്നത്. അല്ലാതെ അവിടെ ചെല്ലാൻ പറ്റില്ല, ആ അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റില്ല. ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാനെന്ന് പറഞ്ഞ യാഥാർത്ഥ്യമുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ശരീരമുണ്ടോ ഇല്ല എന്നുള്ള ജ്ഞാനം പോലും ഇല്ല. കാരണം ഞാൻ എൻ്റെ എന്ന് പറഞ്ഞ ഒന്നുമില്ല ഇവിടെ, ക്രിസ്തുവിൽ അല്ലേ. വായിച്ചു വരാം, നല്ല രസമാണ്. എനിക്ക് ദൈവം തന്ന ഒരു വ്യക്ത കാഴ്ചപ്പാടാണ്. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ, ക്രിസ്തുവിലുള്ള പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അതിനെക്കുറിച്ച് ബോധം വരേണ്ട ഒരു ആവശ്യവുമില്ല ഈ അന്തരീക്ഷത്തിൽ, ഈ ഒരു അവസ്ഥയിൽ വരുമ്പോൾ. എൻ്റെ ശരീരം പ്രശ്നമല്ല, എൻ്റെ ഒന്നും പ്രശ്നമല്ല. അവിടെ എൻ്റെ ഒന്നും വേണ്ട, അവിടെ ക്രിസ്തുവിലാണ്, ആത്മാവിലാണ്. ക്രിസ്തുവിലാണെങ്കിലും ക്രിസ്തുവിലിരിക്കുന്നതും ആത്മാവിലാണ്, ജഡത്തിലല്ല. അതിനെക്കുറിച്ച് ബോധമില്ല. ഈ സ്വന്തം ദേഹിയിലല്ല, ബുദ്ധിയിലും ജ്ഞാനത്തിലും അല്ല. ആത്മാവുണ്ട്, ദൈവമായിട്ട് ദൈവത്തിലിരിക്കുക. ഇതാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പൗലോസിനെ വിശദീകരിക്കാൻ പറ്റാത്തത്. പറഞ്ഞാൽ നമുക്കും മനസ്സിലാവില്ല. ഇപ്പോഴല്ലേ നമുക്ക് അതെങ്കിലും മനസ്സിലായുള്ളൂ. വായിച്ചു പോവാം. ആ മനുഷ്യൻ പറുദീസയോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, അറിയുന്നില്ല, ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു.
മതി. ദൈവം അറിയുന്നത് എനിക്കും അറിയാൻ പറ്റും, ഞാൻ ദൈവത്തിലാണെങ്കിൽ. അതാണ് അവൻ ദൈവത്തിൽ നിന്ന് ജ്ഞാനവും വീണ്ടെടുപ്പും എല്ലാം ദൈവത്തിൽ നിന്ന് ക്രിസ്തുവിലാവുമ്പോഴാണ് നമുക്കിതെല്ലാം ആസ്വദിക്കാൻ പറ്റും. നമ്മളാ ലോകത്താണ്, അത് ക്രിസ്തുവിലാകണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നത് എനിക്ക് ഏറെ നല്ലത്. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ് അല്ലേ. ഇത് നമുക്ക് പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് കിട്ടിയതാണ്. ഇത് പൗലോസിന് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ദൈവം കാണിച്ചു കൊടുത്തതാണ്, പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തതാണ്. ഇത് പൗലോസ് കണ്ട സ്വപ്നമൊന്നുമല്ല അല്ലേ. വായിച്ചു പോകാം. മനുഷ്യനെ ഉച്ചരിപ്പാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. ഉണ്ടോ, ഞാൻ കേട്ടു എന്ന് പറയില്ല, ഞാനില്ല അവിടെ. ഞാനെന്ന് പറഞ്ഞ സാധനം വരില്ല അവിടെ. വന്ന അവിടെ നിന്ന് അവിടെ പോകാൻ പറ്റില്ല. അത് കളഞ്ഞിട്ടാണ് ദൈവം കൊണ്ടുപോകണം. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. ഇപ്പം പ്രശംസിക്കും, അന്നൊന്നും വേണ്ടിയില്ല. കേട്ടോ, ഞാനെന്ന് പറയുന്ന വ്യക്തി ആരാ? ബലഹീനനാ. എനിക്ക് എൻ്റെ എന്തെങ്കിലും കഴിവുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ക്രിസ്തുവിലായതുകൊണ്ടല്ലേ ഞാൻ പോയത്. എന്നോട് കൂടുതൽ ചോദിച്ചാൽ പറയാൻ പറ്റില്ല, കാരണം ആ സമയത്ത് ഇത്തിരി അനുഭവം മാത്രമേ ഉള്ളൂ. ആ ഭാഷ ഒന്ന് വിശദീകരിക്കാനായിട്ട് പൗലോസിന് പറ്റുമോ? അവിടെ കേട്ട ഭാഷ ഉച്ചരിക്കാൻ, അതുകൊണ്ട് പറഞ്ഞ് അവിടെ തന്നെ എഴുതി, ഉച്ചരിക്കാൻ പാടില്ലാത്ത, മനുഷ്യന് ഉച്ചരിക്കാൻ പാടില്ലാത്തത് വെച്ചാൽ പറ്റാത്തത്, സാധിക്കാത്തത്. മനുഷ്യന് ഉച്ചരിക്കാൻ പാടില്ലാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ ഞാൻ കേട്ടു എന്ന് ഞാൻ അറിയുന്നു. അവനെക്കുറിച്ച് ഞാൻ പ്രശംസിക്കും. എന്നെക്കുറിച്ചോ എന്റെ ബലഹീനതകളിലല്ലാതെ ഞാൻ പ്രശംസിക്കുകയില്ല. ഞാൻ പ്രശംസിപ്പാൻ വിചാരിച്ചാലും മൂഢനാകയില്ല. സത്യമല്ലോ പറയുന്നത്. എങ്കിലും എന്നെ കാണുന്നതിനും എന്റെ വായിൽ നിന്നും കേൾക്കുന്നതിനും ഇതേ ആരും എന്നെ കുറിച്ച് നിരൂപിക്കരുത് എന്ന് വെച്ച് ഞാൻ അടങ്ങുന്നു. അതൊക്കെ അവിടെ നിർത്തിയിട്ട് നോക്കിയിട്ട് 9-ാം വാക്യം പോലും വായിക്കാം. അവൻ എന്നോട്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കുന്നു. എൻ്റെ ബലഹീനതകളിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ കഴിവില്ലായ്മയിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ എന്ന് പറയുന്നതിൽ ഒന്നും അഭിമാനിക്കാനില്ല എന്നുള്ള യഥാർത്ഥ ജ്ഞാനം എനിക്ക് ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവത്തെ എനിക്ക് അറിയാൻ കഴിയുന്നു. ദൈവം എന്നിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എനിക്ക് വെളിപ്പെടുത്തി തരുന്നു അല്ലേ. ഒന്നും പ്രശംസിക്കാനില്ല. അതാണ് പറഞ്ഞത്. അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ബലഹീനനായിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ ശക്തനാകും. അപ്പോഴാണ് ഞാൻ ശക്തനാകുമ്പോൾ. അല്ലാതെ എനിക്ക് ശക്തിയില്ല. ഞാൻ ശരീരത്തിൽ ബലഹീനതയുള്ള മനുഷ്യനാണ് അല്ലേ, ബലമില്ലാത്ത മനുഷ്യനാണ്. ശ്വാസം മുട്ടലെല്ലാം വരും. പക്ഷെ ക്രിസ്തുവിലാവുമ്പോൾ ഭയങ്കര ബലമാണ്, ശക്തിയാണ്, ധൈര്യമാണ്. അറിയാതെ പറഞ്ഞു പോവും. എവിടെയും നമ്മൾ സംസാരിക്കാൻ പ്രശ്നമാവില്ല, അറിയാതെ പറഞ്ഞു പോവും. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ബലഹീനനായിട്ടിരിക്കാൻ, കഴിവില്ലാത്തവനായിട്ടിരിക്കാൻ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും അതിൽ സന്തോഷിക്കുന്നു. അത് എനിക്ക് അങ്ങനെ ഒരു ജ്ഞാനം തന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം എന്താ? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മളെങ്ങനെ വിവേചിച്ചറിയും അല്ലേ? ഞാൻ ബലഹീനാണെന്നുള്ള യാഥാർത്ഥ്യം. സ്തോത്രം. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവം ഇത് നമ്മളെങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഈ ആത്മാവില്ല. നമ്മൾ നേരത്തെ പത്രോസിൻ്റെ ആ ഒരു ഭാഗം വായിച്ചു, വിശദീകരിച്ചില്ല. നമുക്ക് അറിയാം, മഹത്വത്തിൻ്റെ അല്ലേ ദൈവാത്മാവ് നിങ്ങളിൽ നമ്മളിരിക്കുന്നു. ആ ആത്മാവ് സത്യത്തിൽ എന്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക? എന്തിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്? നമുക്കറിയാം 8-ന്റെ ഇതിൽ പറയുന്നത് നീതീകരിച്ചവരെ അവസാനം തേജസ്കരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ തേജസ്കരണം എന്ന് പറയുമ്പോൾ തന്നെ അതിന് മറ്റൊരു അർത്ഥവും കൂടിയുണ്ട്. പുത്രത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ മകൾ എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ തേജസ്കരണം. അല്ലാതെ ദൈവത്തിൻ്റെ മകനായിട്ട് ദൈവത്തിൻ്റെ കൂടെ എങ്ങനെ നിൽക്കും?
അല്ലേ? അത് എവിടെ മുതൽ? ഗലാത്യ ലേഖനത്തിലുണ്ട്, റോമറിലുണ്ട്, റോമർ 8-ാം അധ്യായത്തിലുണ്ട്, എബ്രായ ലേഖനം 2 പറയുന്നുണ്ട്, എബ്രായ ലേഖനം 12-ാം അധ്യായം പറയുന്നുണ്ട്. ഒരുപാട് ഭാഗങ്ങളുണ്ട്. നമുക്കത് ഏത് വേണമെങ്കിലും വായിച്ചു പോവാം. ഗലാത്യർ 4:4 തന്നെ നമുക്ക് ആദ്യം വരാം. ഭാഗങ്ങൾ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലക്കി വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. അതിന് തന്നെയല്ലേ? അതിന് തന്നെയാണ്. വായിച്ചെടുത്തത്. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അപ്പം നമ്മൾ അയച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ, പിതാവിൻ്റെ ആത്മാവ്, പുത്രൻ്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ഇവിടെ വന്നപ്പോൾ എന്തായി? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവ് തന്നെ. പുത്രന്മാരാണെന്നുള്ള ഉറപ്പിലേക്ക് നമ്മളെ കൊണ്ടുവരണം. ആ ഉറപ്പിൽ നമ്മൾ ഓരോരുത്തരും എത്തണം. ആ യാഥാർത്ഥ്യത്തിൽ ഇന്നുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. അതാണ് ദൈവത്തിന് വേണ്ടത്. അതിനാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് തേജസ്കരണം. ഭയങ്കര ഇതുള്ള വിഷയമാണ് അത്. നമുക്ക് അല്പാൽപമായിട്ട് പഠിച്ചു പോകാം. നമുക്കിനി അവസരം കിട്ടുമ്പോൾ ദൈവം കൊണ്ടുപോകണമല്ലോ നമുക്ക് പോകാം. നമുക്ക് റോമർ 8:28 നമുക്ക് വായിക്കണം. 23 മുതലുള്ള വാക്യം നമുക്കറിയാം. 8:14-15 ഒന്ന് വായിക്കാം ആദ്യം. റോമർ 8:14-15. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. അതെ അതെ അതെ. നമ്മൾ വായിച്ച റോമറല്ലേ? റോമർ 8:14-15 അല്ലേ? ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത് അല്ലേ? ഇനി അതിൻ്റെ 23 വന്നേ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇപ്പം എന്തിനു വേണ്ടിയാണ് ഞരങ്ങണേ? ദൈവമക്കളായി തീരാൻ വേണ്ടി, ദൈവത്തിൻ്റെ പുത്രൻ പുത്രി എന്ന് വിളിക്കപ്പെടാൻ, ആ അനുഗ്രഹ പദവിയിലേക്ക് എത്താൻ വേണ്ടി. പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല, ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത്. എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കാൻ. എന്തിനാ കാത്തിരിക്കണം നമ്മൾ? ദൈവത്തിൻ്റെ പുത്രനും പുത്രിമാരുമായി തീരാൻ, ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേരാൻ. അവിടെ നിങ്ങളോട് ശരിക്കും അതിനെക്കുറിച്ചുള്ള നന്നായിട്ട് പറഞ്ഞു തന്നുണ്ട്. അത് മുഴുവൻ വായിച്ച് നമുക്ക് സമയം കളയേണ്ട ആവശ്യമില്ല. 29-ാം വാക്യം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ യേശുക്രിസ്തു അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, ക്രിസ്തു ആദ്യജാതനാകേണ്ടതിന് ഒരുപാട് ദൈവത്തിൻ്റെ മക്കൾ വരണം. അതിന് ശേഷം ആദ്യജാതനാണ്, ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിങ്കിലേക്ക് പോയത്. പിന്നെ അതിനെക്കുറിച്ചുള്ള വിശദീകരണം കിടക്കുന്നത് എബ്രായർ 2 അല്ലേ? എബ്രായർ 2 എടുത്തേ, 10-ാം വാക്യം മുതൽ. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു.
വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യയിൽ ഞാൻ എന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. മതി. ഇനി നമുക്ക് അതിൻ്റെ 18-ാം വാക്യം വെച്ച് അവസാനിപ്പിക്കാം. അവിടെ താൻ തന്നെ പരിശുദ്ധനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകും. ആ പുത്രൻ നമ്മളെ, ആദ്യജാതനായ പുത്രൻ നമ്മളെ അല്ലേ സഹായിച്ചുകൊണ്ട് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക്, സകലത്തിനും കാരണം, സകലത്തിനും അല്ലേ സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്നു. കണ്ടോ? അതിന് സഹായിയായിട്ട്, ഏത് കഷ്ടതയിലും സഹായിയായിട്ട് നിൽക്കുന്ന കർത്താവ് തന്നെ. ഈ പ്രവൃത്തി, ദൈവപ്രവൃത്തി നമ്മൾ അറിഞ്ഞുകൊണ്ട് വേണം അവിടെ ജീവിക്കാൻ. നമുക്ക് എവിടെ സഹായം ലഭിക്കാതെ പോകുന്നത്? എങ്ങുമില്ല. എന്തു വന്നോട്ടെ, ഏത് സാഹചര്യത്തിലായി പൊക്കോട്ടെ, നമ്മളെന്തിനു പേടിക്കണത്? നമ്മളെങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തമല്ലേ? അല്ലേ? ദൂരം വാക്യങ്ങൾ കിടക്കണം. ഇത് മുഴുവൻ നമുക്ക് പോകാൻ സമയമില്ല. നമുക്ക് സങ്കീർത്തനം അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരാം. നമ്മൾ വായിച്ചത് 8-ാം വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇക്കാര്യം ശ്രദ്ധിച്ചത്. നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. ദൈവം അത്യുന്നതനായതുകൊണ്ടല്ലേ നമ്മളാ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത്. ദൈവത്തിൻ്റെ മക്കളായിട്ട് ദൈവത്തോട് കൂടെ ക്രിസ്തു യേശുവിനെ നമുക്ക് വേണ്ടി ചെയ്യണേ അല്ലേ? ആ അവസ്ഥയിൽ വന്നിട്ട് നമ്മൾ വായിച്ചു പോവാം. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നീതിയോട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എങ്കിലും എൻ്റെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർന്നിരിക്കും. പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നടത്തുന്നു. നീതിമാൻ പന പോലെ എൻ്റെ കണ്ണ് ശത്രുക്കളെ കണ്ടു. എൻ്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മികളെക്കുറിച്ച് കേട്ടും രസിക്കും. നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനിലെ ദേവദാരു പോലെ വളരും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. ദൈവത്തിൻ്റെ കൃഷി നമുക്കറിയാം. പൗലോസ് പറഞ്ഞ പോലെ, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ദൈവം നമ്മളെ ദൈവമാണ് വളർത്തിക്കൊണ്ടുപോവുക. അതൊക്കെയാണ് സങ്കീർത്തനത്തിൻ്റെ ഒരു വിശദീകരണത്തിലേക്ക് പോയാൽ. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവനെൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. നമ്മൾ തൊട്ടു മുമ്പിലുള്ള 91-ാം സങ്കീർത്തനത്തിൻ്റെ 14-ാം വാക്യം വായിച്ച്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറികയാൽ ഞാൻ അവനെ ഉയർത്തും. സത്യമല്ലേ അത്? നമ്മൾ ഒരു വാക്യം വായിച്ച് നമുക്ക് വായിക്കാം, അവസാനിപ്പിക്കാം. 1 Corinthians 6:17. 1 Corinthians 6:17. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ, ഇവിടെ നമ്മൾ വായിച്ചു അവൻ എന്നോട് പറ്റിയിരിക്കുക. ഈ വചനങ്ങളാൽ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധം അങ്ങനെയാണ്. ഇപ്പം നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വായിച്ചു, കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവിൽ ആകുന്നു. നമ്മൾ ക്രിസ്തുവിലും ക്രിസ്തു നമ്മളിലും. ക്രിസ്തുവിൽ എന്തൊക്കെയുണ്ടോ അത് നമ്മളിലേക്ക് വരും. ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം, എല്ലാം അനുഗ്രഹ പദവിയിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, രാവിലെ തോറും നിൻ്റെ ദയയെയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കും. നമ്മൾ 2 കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ വാക്കുകളാൽ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമുക്ക് കുഞ്ഞുങ്ങൾ സാക്ഷിക്കും.